നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയുണ്ടായി. അവിടെ എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്? മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല എന്ന് ദൈവം പറഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജാതികളെയും എല്ലാം ആദാമിന്റെ മുമ്പിൽ കൂടെ ദൈവം കടത്തിവിട്ടു. ആദാം അതിനെല്ലാം ഒരു പേരിട്ടു. അവിടെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, എങ്കിലും തനിക്ക് തക്കതായ തുണയെ കണ്ടെത്തിയില്ല. ആദാമിന് മുമ്പിൽ കൂടെ കടന്നുപോയ ഏതെങ്കിലും മൃഗത്തെയോ ഏതെങ്കിലും പക്ഷിയെയോ ഏതെങ്കിലും ഒരു ദൈവ സൃഷ്ടിയിൽപ്പെട്ട ഒരു ജീവജന്തുവിനെ ആദാമിനെ ഭാര്യയായി ആദാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ദൈവം ആദാമിനോട് വിരോധമൊന്നും പ്രകടിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷേ ആദാം ആണ് പറയുന്നത്, ആദാമിന് തക്കതായ ഒരു തുണയെ കണ്ടെത്താൻ ആദാമിന് കഴിഞ്ഞില്ല. ഈ മൃഗങ്ങളിലോ പക്ഷികളിലോ ഒന്നും ഒരു തുണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു തുണയെ കണ്ടെത്താൻ കഴിയാതിരുന്നത് കൊണ്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ച പോലെ തന്നെ നിലത്തുനിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഒരു സ്ത്രീ രൂപം സൃഷ്ടിച്ച് ഒരു ഹവ്വ അഥവാ ആദാമിന് തക്കതായ തുണയെ സൃഷ്ടിച്ച് ആദാമിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുപോയുമില്ല. നേരെ മറിച്ച് ദൈവം ചെയ്ത കാര്യം, ആദാമിന്റെ ഒരു വാരിയൽ ദൈവം എടുത്തു. ആദാമിന്റെ വാരിയലെടുത്ത് ആ വാരിയലിനെ ഒരു സ്ത്രീയാക്കി. ആ സ്ത്രീ ആക്കിയതിന് ശേഷമാണ് ആദാമിന്റെ മുമ്പിൽ ഈ സ്ത്രീ ആയിരിക്കുന്ന ഹവ്വായെ ദൈവം കൊണ്ടുപോകുന്നത്. ഈ പ്രക്രിയയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യം, ആദാമിന് ദൈവം ഒരു ഗാഢനിദ്ര വരുത്തി. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്, ഈ ഗാഢനിദ്ര എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു 3 ദിവസം ഈ അഥവാ അരിമത്തെയ യോസേഫിന്റെ കല്ലറയിൽ ആയിരുന്ന ആ ഒരു കാര്യത്തെയാണ് ഇത് കുറിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ആദാമിന്റെ ഗാഢനിദ്ര വരുത്തി ആദാമിന്റെ ഒരു വാരിയലിൽ ദൈവം വാരിയലെടുത്തിട്ട് ആ വാരിയലിൽ സ്ത്രീയാക്കി. അപ്പൊ വാരിയലെടുത്ത ഭാഗത്ത് ഗ്യാപ്പൊന്നും ആദാമിന് ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ മാംസം പിടിപ്പിച്ചു എന്ന് നമ്മൾ ഇവിടെ എഴുതിയതായി കാണും. ഈ വാരിയലിനെ ഒരു സ്ത്രീയാക്കി ദൈവം ആദാമിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോഴാണ് ആദാം പറയുന്നത്, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആയിരിക്കുന്നു. ഇവളെ നരയിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് ആദാം പറയുന്നു. ഇപ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ ഈ ആദാമിനോ ഹവ്വായിക്കോ സ്വന്തമായി നിലനിൽക്കാൻ കഴിയത്തില്ല. കാരണം ഇപ്പോ ആദാം സ്വന്തമായി നിലനിൽക്കുകയാണെങ്കിൽ ആദാം പൂർണ്ണനല്ല. കാരണം ആദാമിന് ഇപ്പോൾ ഒരു വാരിയലിന്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദാം ഇപ്പം പൂർണ്ണനല്ല. ഈ വാരിയലിന്റെ എടുക്കപ്പെട്ടതിന് ശേഷം ആദാം പൂർണ്ണനല്ല. അതുപോലെ ഹവ്വായിക്കും സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയത്തില്ല. കാരണം ഹവ്വ എന്ന് പറയുന്നത് ഈ ആദാമിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ത്രീയല്ല ഹവ്വ. കാരണം ഈ ആദാമിൽ നിന്ന് തന്നെയാണ് ഈ ഹവ്വായെ ദൈവം രൂപപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, ആദാം ഇപ്പൊ ശ്വാസോച്ഛ്വാസം എടുക്കുകയും ജീവനുണ്ട് ആദാം. ഈ ആദാമിന്റെ ജീവൻ എന്ന് പറയുന്നത്, ഈ ആദാമിനെ ദൈവം വാരിയിൽ കൊണ്ട് സ്ത്രീരൂപം സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ആദാമിന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഒന്നും ഊതിയിട്ടൊന്നുമില്ല. അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോ ആദാമിന്റെ ജീവൻ എന്താണോ ആ ജീവൻ തന്നെയാണ് ഹവ്വായുടെയും ജീവൻ. ഹവ്വായ്ക്ക് സെപ്പറേറ്റ്, ആദാമിന് വേർപെട്ടൊരു ജീവനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആദാമിന് ഹവ്വായ്ക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയത്തില്ല. സ്വതന്ത്രമായി നിലനിന്നാൽ അതിങ്ങനെ ആയിരിക്കും. ഒരു തലയുണ്ട്, ഒരു ശരീരമുണ്ട്. തല ഒരു ഭാഗത്തിരിക്കുന്നു, ശരീരം ഒരു ഭാഗത്തിരിക്കുന്നു. അത് പൂർണ്ണമല്ല. എന്നാൽ ഈ തലയും ശരീരവും കൂടെ വളരെ കൃത്യതയോടുകൂടി ചേർന്നാൽ മാത്രമേ അത് ഒരു വ്യക്തി ആകത്തുള്ളൂ. ഞാൻ പറയുന്നത്, യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ തലയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ബോഡി എന്ന് പറയുന്നത്
ദൈവസഭയാണ്. അപ്പോൾ ഈ ശരീരവും തലയും കൂടെ യുക്തമായി ചേരുന്നതാണ് സംഘാടിത ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ, ഞാൻ പറയുന്നത് യേശു ക്രിസ്തുവിനെ ഇപ്പോൾ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നൊന്നുമല്ല. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മീയമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവും സഭയും എന്ന് പറയുന്ന ഒരു മർമ്മമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരു മർമ്മമാണ്. അപ്പോസ്തലനായ പൗലോസ് ബൈബിളിലെ ഏകദേശം 13 മർമ്മങ്ങളെങ്കിലും ബൈബിളിലുണ്ടെന്ന് അതിന്റെ എളിയ പരതയിൽ നിന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഈ മർമ്മം വലിയത്, ഇത് ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശത്തിലെ പറയുന്നത്. അപ്പോൾ ബൈബിളിലുള്ള ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയുമാണ്. ക്രിസ്തുവും സഭയും വിഭാഗിക്കപ്പെടാൻ പറ്റത്തില്ല, രണ്ടും സെപ്പറേറ്റ് ആകാൻ പറ്റത്തില്ല. ക്രിസ്തുവും സഭയും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ നിലത്തെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ആദാം, ദൈവത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ദൂതനെ ലൂസിഫറിനെ സൃഷ്ടിച്ച പോലെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ആദാമിനെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെ ആ ലൂസിഫറിനെ വളരെ കേമമായ രീതിയിൽ ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, യേശുവിൽ പറയുന്ന വായിക്കുന്നത് അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. ഈ ജ്ഞാനസമ്പൂർണനായി സൗന്ദര്യ സമ്പൂർണനായി ദൈവം ഈ ലൂസിഫറിനെ സൃഷ്ടിച്ചത് കൊണ്ട്, അതായത് ദൂതന്മാരുടെ ഹെഡായി ദൂതനെ സൃഷ്ടിച്ചത് കൊണ്ട് ഈ ദൂതന്റെ ഹൃദയത്തിൽ നിഗളമുണ്ടായി. അതാണ് അവന് വീഴ്ചയ്ക്ക് കാരണം. എന്നാൽ അങ്ങനെ മണ്ണോട് സൃഷ്ടിച്ച മനുഷ്യന് അങ്ങനെ നിഗളിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല, സൗന്ദര്യം സമ്പൂർണ്ണനല്ല, ജ്ഞാന സമ്പൂർണ്ണനല്ല, വെറും ഒരു മൺപാത്രമാണ്. ഈ ഒരു മൺപാത്രത്തിന്റെ സവിശേഷതയെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ സവിശേഷതയെ കുറിച്ച് യെരമ്യാവ് മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. യെരമ്യാവിനെ ദൈവം ഒരിക്കല് ഒരു കുശവന്റെ വീട്ടിലേക്ക് വിടുന്നു. താനോട് ചെല്ലുമ്പോൾ ആ കുശവൻ ചെയ്യുന്ന കാര്യം ഈ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ഉണ്ടാക്കയിൽ ഈ പാത്രത്തിന് കേടുപറ്റിയപ്പോൾ ആ കുശവൻ ചെയ്യുന്നത് ഈ കേടുപറ്റിയ ഈ കളിമണ്ണൊരു പാത്രമായി രൂപപ്പെടുത്തി ആ ചക്രത്തെ വെച്ച് ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേടുവന്നത്. എന്നാൽ ആ രൂപപ്പെടുത്തിയതിന് ശേഷം ഈ മൺപാത്രത്തിന് അടുത്തൊരു പ്രോസസ് ഉണ്ട്, അടുത്തൊരു നടപടിയുണ്ട്. അത് ഈ ചൂളയിൽ വെച്ചിട്ട്, തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഇതിനെ ചൂടാക്കുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൺപാത്രമായിട്ട് രൂപപ്പെടുന്നത്. രൂപം നേരത്തെ വരുത്തും, പക്ഷെ അത് മൺപാത്രമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആകണമെങ്കിൽ അത് ചൂളയിൽ വെച്ച് നല്ലപോലെ അത് ചൂടാക്കി പഴുപ്പിച്ച് എടുക്കണം. പിന്നീട് അത് ഈ കളിമണ്ണ് എന്നുള്ള അവസ്ഥയിൽ ആകുന്നില്ല. എന്നാൽ അവിടെ നമ്മൾ ആ വീട്ടിൽ കണ്ട കാര്യം, ഇങ്ങനെ ഈ ചക്രത്തിൽ വെച്ച് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേടായിപ്പോയി. അപ്പൊ അവിടെ കാണുന്നത് ഈ കളിമണ്ണ് ആ കേടായ പാത്രം ആ കുശവൻ കയ്യിലെടുത്തിട്ട് പിന്നെയും ആ പാത്രത്തിന് ഷേപ്പെല്ലാം ഉടച്ച് കളഞ്ഞിട്ട് വേറൊരു പാത്രമായിട്ട് രൂപപ്പെടുത്തുവാണ്. ഇത് നമ്മൾ ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ മനുഷ്യവർഗത്തിന്റെ ഒരു കാര്യമാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം പ്രദർശിപ്പിക്കുന്നത് നമുക്ക് അനുമാനിക്കാൻ കഴിയും. കാരണം കേടുവന്നു പോയ പാത്രം വീണ്ടും രൂപപ്പെടുത്തുന്നത് പോലെ പാപത്താൽ വികൃതമായി പോയ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ, ദൈവത്തിന്റെ താല്പര്യത്തിൽ നിന്ന് മാറിപ്പോയ ആ മനുഷ്യനെ പിന്നെയും ദൈവം കൈവിടാതെ ആ മണ്ണിനെ തന്നെ പിന്നെയും ദൈവം രൂപപ്പെടുത്തി ദൈവത്തിന് പ്രയോജനമുള്ള, അല്ലെങ്കിൽ ഒരു പ്രയോജനമുള്ള പാത്രമായിട്ട് രൂപപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഇവിടെ ഇപ്പോ ആദാമിന് തക്കതായ തുണയെന്ന് പറയുന്നത് ഈ ആദാമിൽ നിന്നല്ലാതെ ആദാമിന്റെ വെളിയിൽ നിന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് പൊടി വേണമെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിൽ തന്നെ ആദാമിനെ സൃഷ്ടിച്ച പോലെ സൃഷ്ടിക്കാൻ ഒരു പൊടി എടുത്തിട്ട് അതിനെ ശ്രീരൂപമാക്കി അതിന്റെ മൂക്കിൽ ശ്വാസം ഊതി ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ തുണയാണെന്ന് പറഞ്ഞ് ആദാമിന് കൊണ്ടു കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുത്താൽ ഇവർ തമ്മിലുള്ള ബന്ധം
ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇവർ തമ്മിലുള്ള സ്നേഹം, ഐക്യത, കൂട്ടായ്മ, ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം ആദാമിൽ നിന്ന് ഹവ്വായും ഹവ്വായിൽ നിന്ന് ആദാമിനും വേർപെടാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവും സഭയും തമ്മിൽ ഒരു കാരണവശാലും വേർപെടുത്താൻ കഴിയാത്ത, ഒന്നിനും വേർപെടുത്താൻ കഴിയാത്ത, ഒരു ശക്തിക്കും വേർപെടുത്താൻ കഴിയാത്ത അഭേദ്യമായ ബന്ധത്തിലായിരിക്കണമെങ്കിൽ ഇത് ഈ സ്ത്രീ, ഹവ്വ എന്ന് പറയുന്നത് ആദാമിൽ നിന്ന് തന്നെ ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദാമിന് ഈ സ്ത്രീയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ ഹവ്വായ്ക്ക് ഈ ആദാമിനെയും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ സുവിശേഷത്തിൽ കൂടെ ആഹ്വാനം ചെയ്യുന്ന, വിളിക്കുന്നത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഭേദിക്കാൻ കഴിയാത്ത, ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയാത്ത ഒരു അഭേദ്യമായ സ്നേഹ കൂട്ടായ്മയിലേക്കാണ് സുവിശേഷം കൊണ്ട് ദൈവം ഓരോ മനുഷ്യനെയും ആഹ്വാനം ചെയ്യുന്നത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഐക്യത, സ്നേഹ കൂട്ടായ്മ, ആ കൂട്ടായ്മയിലേക്കുള്ള വിളിയാണ് ദൈവം സുവിശേഷത്തിൽ കൂടെ എല്ലാ മനുഷ്യനെയും ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പക്ഷിയിൽ നിന്നോ മൃഗത്തിൽ നിന്നൊന്നും ഒരു തുണ കണ്ടെത്തിയില്ല. അപ്പോ ദൈവം ചെയ്ത് ആദാമിന് തന്നെ ഒരു ഭാര്യ, ആദാമിന് ഗാഠനിദ്ര വരുത്തി. ആ ഗാഠനിദ്രയ്ക്ക് ശേഷം ഈ ഗാഠനിദ്രയിൽ തന്നെ ഈ ഭാര്യയിലെടുത്ത് ഒരു സ്ത്രീയെ രൂപപ്പെടുത്തിയ സ്ത്രീയെ നമ്മളൊരു നിമിഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സ്ത്രീ ആദ്യമായി കണ്ണ് തുറന്നപ്പോൾ ആദ്യമായി കണ്ടത് ദൈവത്തെയാണ്, തന്റെ സൃഷ്ടാവിനെയാണ്. അതുപോലെ തന്നെ ആദാമിനെ കുറിച്ച് ആദാം ആദ്യമായി കണ്ണ് തുറന്നപ്പോൾ ആ നിലത്തെ പൊടി കൊണ്ട് ഉണ്ടാക്കിയ ആ മനുഷ്യരൂപം, മൂക്കിൽ ദൈവം ജീവശ്വാസം ഓതി മനുഷ്യൻ ആദ്യമായി കണ്ണ് തുറന്ന് ആദ്യമായി കണ്ടത് ഈ തന്റെ സൃഷ്ടാവായ ദൈവത്തെയാണ്. ഈ സൃഷ്ടാവായ ദൈവത്തെ ഹവ്വ കണ്ടതിന് ശേഷമാണ് ഈ സൃഷ്ടാവായ ദൈവം തന്നെയാണ് ഹവ്വായെ ആദാമിന്റെ അടുക്കൽ എത്തിക്കുന്നത്. ഇത് ഏത് മനുഷ്യനും അവൻ ആദ്യമേ കാണേണ്ടത് അവന്റെ സൃഷ്ടാവായ ദൈവത്തെയാണ്. ഈ ലോകത്തിലെ ഒരു സ്ത്രീ പുരുഷ വിവാഹത്തിൽ പോലും ആ ഒരു കാര്യമാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീയെ ആദ്യമായി കാണേണ്ടത് അവളുടെ ഭർത്താവിനെ അല്ല, നേരെ മറിച്ച് ദൈവത്തെയാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ ആദ്യമായി കാണേണ്ടത് അവന്റെ ഭാര്യയല്ല, ദൈവത്തെയാണ്. ആ ദൈവത്തെ കണ്ടതിന് ശേഷമാണ് ഈ ആദാമും ഹവ്വായും രണ്ടുപേരും പരസ്പരം കാണുന്നത്. ഇവർ രണ്ടുപേരും ആദ്യമേ കാണുന്നത് അത്യുന്നതനായ സൃഷ്ടാവായ ദൈവത്തെയാണ്. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നത്. അപ്പൊ ഇത് ആത്മീയമായിട്ടും ഈ ലോകത്തിലെ ഭൗതികമായ അല്ലെങ്കിൽ മാനുഷികമായ രീതിയിലും ഇതൊരു സത്യമായ കാര്യമായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞാൽ താല്പര്യമുള്ളൂ. ഇപ്പോൾ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ആദാം പറയുന്ന കാര്യമാണ്, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാവും. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പരീശന്മാർ യേശുവിന്റെ അടുക്കൽ യേശുവിന്റെ പരീക്ഷയോട് ചോദിച്ചു, ഏത് കാര്യം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമാണ്? യേശുവിന്റെ മറുപടി, അത് തിരുവെഴുത്ത് ഇവരോട് പറയുണ്ടായി, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നരുളി ചെയ്തു. അപ്പോ ദൈവമാണ് ഇവരെ ഈ ആദാമിൽ നിന്ന് ഹവ്വായ്ക്ക് ഒരിക്കലും വേർപിരിയാൻ കഴിയാതെ വണ്ണം വേർപിരിയാൻ പറ്റത്തില്ല. കാരണം ഈ ആദാമിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഹവ്വ എന്ന് പറയുന്നത്. ഒരിക്കലും വേർപിരിയാൻ കഴിയത്തില്ല. വേർപിരിയാൻ കഴിയാത്ത വണ്ണം നേരെ മറിച്ച് ആദാമിന് ഹവ്വായെ ഇല്ലെങ്കിൽ ആദാമിന്റെ പൂർണ്ണമായ ആദാമാണെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വാരിയലിന്റെ കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആദാം പൂർണ്ണമാകുന്നുള്ളൂ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു നിഴലാണ് ഈ ഒരു കാര്യത്തിൽ കൂടെ. ആ ഒരു സത്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ മുമ്പിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. ഇനി അതിന്റെ ഈ ഹവ്വ എന്ന പേര് നമ്മൾ കാണുന്നു, ആദാം ഹവ്വ. ഈ ഹവ്വ എന്ന് പേരിട്ടത് മനുഷ്യനാണ്. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 33-ന്റെ 20-ൽ ഈ
ഹൗവായിക്ക് ഹൗവ എന്ന് പേരിട്ടത് ദൈവമല്ല, ആദാമാണ്, മനുഷ്യനാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈ ഹൗവ എന്ന് പറഞ്ഞാൽ ആദാം തന്നെയാണ്. നമ്മള് ഒന്നാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിച്ചത്, ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർക്ക് ദൈവം ആദാം എന്ന് പേരിട്ടു. ദൈവം ആദാമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ചെല്ലുന്നത് ഈ ഒരു വ്യക്തി മാത്രമല്ല, ഈ രണ്ട് വ്യക്തികളും ഒരുമിച്ചാണ് ദൈവത്തിന് മുമ്പായി ചെല്ലുന്നത്. കാരണം രണ്ടുപേരുടെയും പേര് ആദാം തന്നെ. അവർക്ക് ദൈവം ആദാം എന്ന് പേരിട്ടു. അപ്പൊ ഈ ഹൗവ എന്ന് നമ്മൾ നമ്മൾ കാണുന്ന ഈ സ്ത്രീക്ക് ദൈവം ഇട്ട പേര് ആദാം തന്നെ. അല്ലാതെ ആദാമിൽ തന്നെയാണ്, ആദാമിൽ നിന്ന് വേർപിരിച്ചിട്ടല്ല ദൈവം ഈ ഹൗവയെ കാണുന്നത്. കാരണം അങ്ങനാണെങ്കിൽ ദൈവത്തിന് ഇന്ന് സഭയെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് കാണേണ്ടി വരും. അങ്ങനെ കാണുവാണെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല, അത് സഭയുമല്ല. ക്രിസ്തുവിൽ ആണ് ദൈവം യേശു ക്രിസ്തുവിന്റെ സഭയെ ഉരുവാക്കുന്നതും നിലനിർത്തുന്നതും യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തുവിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സഭയില്ല. ഈ നമ്മുടെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹൗവ എന്ന് പേരിട്ടത് 3:20 നമ്മൾ കാണുന്നു. ഹൗവ എന്ന് പേരിട്ടത് ദൈവമല്ല, ആദാമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഇവരെ സൃഷ്ടിച്ചാക്കിയ തോട്ടത്തെ കുറിച്ച് പറയേണ്ട. ആ തോട്ടം ഏതെങ്കിലെ കിഴക്ക് ദൈവം തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിലെ വൃക്ഷങ്ങളെ കുറിച്ച് നമ്മൾ പറയുണ്ടായി. ആ വൃക്ഷങ്ങള് ഇന്ന് ഭൂമിയിലില്ല, അത് ഭൂമിയുടെ അധോഭാഗത്ത് വിലയം പ്രാപിച്ചു എന്ന് നമ്മൾ കാണുന്നു. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 3-ാം അധ്യായത്തില് ഞാൻ വായിക്കുന്നു, 1-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലം ഏറിയതായിരുന്നു. പാമ്പിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് ഒരു ഇഴജാതി എന്നുള്ള രീതിയല്ല ഇവിടെ കാണുന്നത്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഈ ഏദൻ തോട്ടത്തിൽ പാമ്പ് വരുമ്പോ പാമ്പ് ഇഴഞ്ഞായിരുന്നു ഏദൻ തോട്ടത്തിൽ വന്നിരുന്നത് നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ വെളിച്ചത്തിൽ അനുമാനിക്കാൻ, ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം ഈ പണിഷ്മെന്റിനോട് കൂടിയാണ് നീ ഉരസുകൊണ്ട് നടക്കും, അല്ലെ നീ നിലത്തൂടെ എഴിഞ്ഞു നടക്കുമെന്നും നിലത്തെ പൊടി നിന്റെ ആഹാരമായിരിക്കും എന്നുമൊക്കെ ദൈവം പറയുന്നത് ഈ പണിഷ്മെന്റിനോട് കൂടിയാണ്. അപ്പൊ അതുവരെ ഈ പാമ്പ് അങ്ങനെ ആയിരുന്നു നടന്നത് നമുക്ക് അനുമാനിക്കാൻ വകയില്ല. അപ്പൊ എന്തായാലും ഇവിടെ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുമൃഗങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ പാമ്പിന്, അഥവാ ദൈവം സൃഷ്ടിച്ച ഈ എല്ലാ കാട്ടുമൃഗങ്ങളെക്കാളും കൗശലമേറിയ ഈ പാമ്പിന് ഒരു അറിവുണ്ടായിരുന്നു. ഇവരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഈ തോട്ടത്തിന്റെ അടുത്ത് നിൽക്കുന്ന നന്മതിലുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം ഇവരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവരോട് കൽപ്പിക്കുന്ന സമയത്ത് പാമ്പ് അവിടെ ഇല്ല. പക്ഷെ ഈ പാമ്പിന് മനസ്സിലായി, അറിയാം ഇവര് ഈ തോട്ടത്തിന്റെ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം ഇവരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഈ പാമ്പിന് അറിയാവുന്നതുകൊണ്ടാണ് പാമ്പ് വന്നിട്ട് പറയുന്നത്, വാസ്തവത്തിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? എല്ലാ സമയത്തും പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടുന്ന ചിന്തകൾ ദൈവവചനത്തെ കുറിച്ചുള്ള സംശയങ്ങളാണ്. അല്ല, ദൈവവചനം വാസ്തവമായിട്ട് അങ്ങനെ നമുക്ക് അനുസരിച്ചാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ള ഉത്കണ്ഠയോട് കൂടിയ ഒരു സംശയം മനുഷ്യന്റെ ഹൃദയത്തിൽ എല്ലാ സമയത്തും പിശാച് ഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് ദൈവത്തിന്റെ വചനം കർത്താവ് യേശു ക്രിസ്തു പറയുണ്ടായി. അങ്ങനെ നമ്മളിപ്പോ ആ വചനം അനുസരിച്ച് നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ഉത്കണ്ഠകളെ കുറിച്ചും ആകുലതകളെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒന്നിനെക്കുറിച്ചും ഇങ്ങനെ വിചാരപ്പെടാതിരുന്ന നമ്മുടെ നാളത്തെ സ്ഥിതി എന്താകും, മക്കളുടെ ഭാവി എന്താകും,
നാളെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ള ആകുലതകൾ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം കർത്താവ് അങ്ങനെ പറഞ്ഞത്. കാരണം ഇതെല്ലാം പിതാവായ ദൈവം കരുതിക്കൊള്ളും എന്നുള്ള കാര്യം യേശു ക്രിസ്തു മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കരുത് എന്ന് പിശാചിന് ഒരു താല്പര്യമുള്ളത് കൊണ്ട് ഈ സംശയം നമ്മുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും ദൈവവചനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ടാണ് പലപ്പോഴും പിശാച് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത്. ഇവിടെ അതായത് പിശാച് ചോദിക്കുന്നു, പാമ്പ് ചോദിക്കുന്നു, വാസ്തവമായ ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോ സ്ത്രീയുടെ മറുപടി അതിന്റെ അടുത്ത വാക്യത്തില്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തിന്നരുത് കൽപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ തൊടരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് ഉള്ളതായിട്ട് ഇപ്പൊ ഈ ഹവ്വ പറയുന്ന ഈ പ്രസ്താവനയിൽ കൂടി അല്ലാതെ നമ്മൾ ദൈവത്തിൽ ഒരു സ്ഥലത്തും കാണുന്നത് തൊടരുത് എന്ന്, ഈ ഫലത്തെ തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഒരു ഭാഗങ്ങളിൽ കാണുന്നില്ല. അതിൽ നിന്ന് എന്നാല് പാപത്തോടെയുള്ള കാര്യത്തിൽ, പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് നമുക്ക് വേർപെട്ടിരിക്കാനുള്ള ആഹ്വാനം ദൈവത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ സ്ത്രീ പറഞ്ഞത് അത് തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. തിന്നുന്ന ആളിൽ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ, തിന്നുന്ന ആൾ നിങ്ങൾ മരിക്കും, അങ്ങനെ ഞങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഞങ്ങൾക്കൊരു പ്രൊവിഷൻ, ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഇത് തിന്നരുത് എന്ന് മാത്രമല്ല തൊടുപോലും വരുന്നൊരു നിബന്ധന ദൈവം വെച്ചിട്ടുണ്ടെന്ന് പാമ്പിനോട് സ്ത്രീ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്, അവിടെ ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ അറിയുവാനായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. എല്ലാ സമയത്തും പിശാചിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പിശാച് ബോഷ്ക്ക് പറയുന്നവനാണ് എന്ന് മാത്രമല്ല ബോഷ്ക്ക് പറയുന്നവന്റെ അപ്പനുമാണ് പിശാച്. അപ്പൊ ഒരുവൻ ബോഷ്ക്ക് പറയുവാണെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ അപ്പൻ പിശാചാണെന്ന്. പിശാച് ആദ്യം മുതൽ ബോഷ്ക്ക് പറയുന്നു. അപ്പൊ പിശാച് ആദ്യം മുതൽ ബോഷ്ക്ക് പറയുന്നു എന്ന് പറയുമ്പോ ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞ മാത്രമേ ബോഷ്ക്ക് പറഞ്ഞിട്ടുള്ളോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും യേശുക്രിസ്തു പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലൂസിഫർ, ഈ പാമ്പായി തീർന്ന, പിശാചായി തീർന്ന ലൂസിഫറിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരുന്ന കാര്യമുണ്ട്. നിന്നിൽ നീതികേട് കാണുന്നത് വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്നിൽ നീതികേട് കാണുന്നത് വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പൊ നീതികേട് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പറയുന്നു പിന്നെ നിങ്ങൾ മരിക്കത്തില്ല. അപ്പൊ സ്ത്രീയോട് അല്ലെങ്കിൽ ഈ രണ്ടുപേരോടും കൂടി ദൈവം പറഞ്ഞ കാര്യം, ഈ ദൈവം ആദാമിനോട് ഈ കാര്യം പറയുമ്പോൾ അവർ എന്നുള്ള ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ ദൈവം അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് ദൈവം പറയുന്നത് ഇതാണ്, നിങ്ങൾ തിന്നരുത്, തിരുനാൾ നിങ്ങൾ മരിക്കും. ഇവിടെ സ്ത്രീ പാമ്പിനോട് പറയുന്നു, പക്ഷെ പാമ്പ് തിരിച്ചു പറയുന്നത് നിങ്ങൾ മരിക്കത്തില്ലെന്നാണ്. ഇന്നും ഇതൊരു വസ്തുതയായിട്ട് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ വചനത്തെക്കാൾ മറ്റ് ദൈവത്തിന്റെ അരുളപ്പാടല്ലാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്തിനേറെ നമ്മൾ അപ്പോസ്തലത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസും കൂടുള്ള 200 ചില്ലാനും പേരും കൂടെ റോമിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ കപ്പൽ അപകടത്തിൽപ്പെടുന്ന ചരിത്രം നമുക്ക് അറിയാം. അവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്, അവർ പൗലോസിന്റെ വാക്കുകളെക്കാൾ മാലുമിയുടെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്കുകൾ അധികം വിശ്വസിച്ചു. എല്ലാ കാലത്തും ഇതൊരു സത്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങളെയോ അല്ലെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സംസാരിക്കുന്ന കാര്യങ്ങളെയോ ശ്രദ്ധിക്കാതെ, അതിന് ചെവി കൊടുക്കാതെ മറ്റ് വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരു ലോകം നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നാം എന്ത് ചെയ്യുന്നുള്ളതാണ്.
നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ആ ദൈവത്തിന്റെ വചനം വിശ്വസിക്കാനുള്ള എവിഡൻസ്, തെളിവുകൾ ഒന്നും കാണത്തില്ല. തെളിവുകൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നേരെ എതിരായിട്ടുള്ള തെളിവുകളായിരിക്കും. ഇപ്പോ രാജകുമാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, 3 വർഷമായി ഇസ്രായേൽ കൊടും പട്ടിണിയാണ്. പക്ഷെ അവിടെ വായിക്കുന്നു, നാളെ വൈകിട്ട് ശമരിയുടെ പടിവാതിൽക്കൽ ഷേക്കലിന് 2 സെയ ഗോതമ്പും 2 സെയ യവവും വിൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് കൈത്താങ്ങിൽ കൊടുത്ത മനുഷ്യന് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നാൽ പോലും ഈ കാര്യം നടക്കത്തില്ല. കാരണം നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. 3.5 വർഷമായിട്ട് ഇസ്രായേൽ മഴ പെയ്തിട്ടില്ല, കൊടും പട്ടിണിയാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ഇത്ര സുലഭമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ വിശ്വസിക്കാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ അത് സംഭവിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യം, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഈ പറഞ്ഞ മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, നീ അത് കാണും പക്ഷെ അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അത് സംഭവിച്ചു. ഇവൻ കാണാനിടയായി ആളുകളുടെ തിക്കിത്തിരക്കിയാൽ ആൾക്കൂട്ടത്തിൽ ചവിട്ട് ഏറ്റ് മരിച്ചുപോയി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവത്തിന്റെ വചനം അത് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ, നമ്മൾക്ക് അത് ശരിയാണെന്ന് നമുക്ക് ധരിക്കണമെങ്കിൽ ചില എവിഡൻസുകൾ, തെളിവുകൾ കാണണം. എന്നാലാണ് നമുക്ക് അംഗീകരിക്കാൻ പലപ്പോഴും പറ്റുള്ളൂ. എന്നാൽ വിശ്വാസത്താൽ ആണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്ന ഏകം അതിൻ്റെ റൂട്ട് വിശ്വാസം എന്ന കാര്യം മാത്രമായതുകൊണ്ട് നമുക്കറിയാം, ആദ്യം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അബ്രഹാമിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അബ്രഹാമിന് സന്തതി ഇല്ലാതിരിക്കെ സന്തതി ഉണ്ടാകും എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. എന്നാൽ അതിനുശേഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, ഇതിന് നേരെ ഘടകവിരുദ്ധമായ അനുഭവങ്ങളാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവവചനത്തെ വിശ്വസിക്കുമ്പോൾ ആ ദൈവവചനം ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ല എന്നുള്ള സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം സത്യവും അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവവുമായതുകൊണ്ട് ദൈവം പറഞ്ഞു സംഭവിക്കും. ഇവിടെ പിശാച് പറയുന്നു, നിങ്ങൾ മരിക്കത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ 2-3 കാര്യങ്ങളോട് പറയുന്നത് അനുകൂലമായിട്ട്. ഒന്ന്, നിങ്ങളുടെ കണ്ണ് തുറക്കും. ഇപ്പോൾ അവരുടെ കണ്ണ് തുറന്നിട്ടില്ല എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ട്, നിങ്ങളുടെ ഇത് തിന്നുന്ന നാളിൽ തിന്നുമ്പോൾ നിങ്ങൾ മരിക്കത്തൊന്നുമില്ല, തന്നെ നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കിട്ടും. ആ ഗുണത്തിൽ ഒന്നാമത് നിങ്ങളുടെ കണ്ണ് തുറക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആവും. എങ്ങനെ? നന്മയും തിന്മയും തിരിച്ചറിയത്തക്ക പരുവത്തിൽ നിങ്ങളാവും. അങ്ങനെ ദൈവത്തെ പോലെ നിങ്ങളാവും. നന്മയും തിന്മയും തിരിച്ചറിയുക എന്ന ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ ദൈവത്തെ പോലെ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, അതുവരെ കാണാത്ത രീതിയിലുള്ള കാഴ്ച ഈ സ്ത്രീക്ക് അപ്പൊ തോന്നുവാണ്. ഈ സ്ത്രീ, ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ സർപ്പം, ഈ പഴം, ഇതിനെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ്, ഈ വൃക്ഷത്തെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഈ തോട്ടത്തിന്റെ നടുക്കുള്ള ഈ വൃക്ഷം തീർച്ചയായിട്ടും ഈ ഹവ്വ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ തോട്ടത്തിലെ വൃക്ഷം എന്ന് പറയുന്നത് 2 തരത്തിലുള്ള വൃക്ഷമുണ്ട്. ആ തോട്ടത്തിൽ ഇവരെ കൊണ്ടു ചെന്നാക്കിയ തോട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും കിഴക്ക് ഒരു തോട്ടം, ദൈവം തൻ്റെ കൈകൾ കൊണ്ട് നട്ടുണ്ടാക്കിയ ഒരു തോട്ടമാണ്. ഈ പ്ലാന്റഡ് ഗാർഡൻ നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷ കണ്ടു. ദൈവം തൻ്റെ കൈകൾ കൊണ്ട് നട്ടുണ്ടാക്കിയ ഒരു തോട്ടത്തിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. ആ തോട്ടം ഇന്ന് ദൈവസഭയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ ദൈവസഭയിലേക്ക് ദൈവം ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇന്ന് ദൈവസഭയുടെ ഒരു പ്രതീകമാണ് ആ ഏതെല്ലാം തോട്ടം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചു. ആ തോട്ടം ദൈവം നട്ടുണ്ടാക്കിയതാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പരിശുദ്ധാത്മാ ദൈവത്തിനായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്. നമ്മളാണ് ആ ഓരോ ദൈവം, ഈ പ്ലാന്റഡ് ഗാർഡൻ എന്ന് പറയുന്ന ഓരോ വൃക്ഷവും, നട്ട വൃക്ഷങ്ങൾ നാം ഓരോരുത്തരും, ദൈവത്തിന്റെ സഭയിലെ ദൈവം നട്ടിരിക്കുന്ന ഓരോ വൃക്ഷങ്ങളുമാണ് നാം ഓരോരുത്തരും. അപ്പോ ആ ആ തോട്ടത്തിന് നടുക്ക് മുളപ്പിച്ച വൃക്ഷമാണ് ഈ നന്മയുടെ അറിവിന്റെ വൃക്ഷം, ജീവന്റെ വൃക്ഷവും, 2 വൃക്ഷം. അത് ഈ
പിശാച് അല്ലെങ്കിൽ സർപ്പം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ സ്ത്രീ ഈ നന്മ തിന്മയുള്ള അറിവിന്റെ വൃക്ഷം ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൾ അതിന്റെ ഫ്രൂട്ട്സ് കണ്ടു, അതിന്റെ ഫലങ്ങൾ കണ്ടു. അതിൽ കായ്ച്ചിരിക്കുന്ന ആ ഫലം അവൾ നോക്കി. ആ ഫലം നോക്കിയപ്പോൾ തന്നെ അവൾക്ക് 3 കാര്യങ്ങൾ അവൾക്ക് പ്രചോദനമുണ്ടായി ഉള്ളിൽ. ഒന്നാമത് പറയുന്നു, അത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്, നല്ല ആകർഷകമാണ്. എന്നാ ജീവന്റെ വൃക്ഷത്തിൽ ഫലം ഉണ്ടായിരിക്കാം, അല്ല മറ്റു വൃക്ഷങ്ങളുടെ ഫലത്തേക്കാൾ ആകർഷകമായ ഒരു ഫലമാണ് ഈ നന്മതിനുള്ള അറിവിന്റെ വൃക്ഷത്തിലുള്ള ഫലം. പാപം എല്ലാ സമയത്തും മറ്റ് കാര്യങ്ങളെക്കാൾ മനുഷ്യന്റെ കണ്ണിന് ആകർഷകമായി തോന്നുന്നുണ്ട്. കണ്ണിന് ആകർഷകമാണ്. ആ ആകർഷണമാണ് പാപത്തിലേക്ക് മനുഷ്യനെ വലിച്ചടുപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ആകർഷണമാണ് ഈ പാപം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഒന്നാമത് അത് ആകർഷകമാണ്, തിന്നാൻ നല്ല കാണാൻ ഭംഗിയുള്ളതാണ്. ഇത് മാത്രമല്ല, അത് തിന്നാൻ രുചിയുള്ളത്. മൂന്നാമത്തെ കാര്യം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ഇവൾ കണ്ടു. എന്നിട്ട് അവൾ പറിച്ചു, ഭർത്താവിന് കൊടുത്തു എന്നുള്ള ഭാഗം മുതൽ ദൈവം അനുവദിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അപ്പോ ദൈവം ഈ സ്ത്രീയെ സൃഷ്ടിച്ചു. ഈ സ്ത്രീ ആദാമിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദാമിൽ നിന്ന് വേർപെട്ട് ഈ സ്ത്രീക്ക് നിലനിൽപ്പില്ല. ആദാമിൽ നിന്ന് വേർപെട്ട് ഹവ്വായ്ക്ക് നിലനിൽപ്പില്ലാത്ത പോലെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിന് സഭയില്ല. ഈ സഭയും ക്രിസ്തുവും ഒന്ന് തന്നെയാണ്. ഈ ക്രിസ്തുവും സഭയും പരസ്പരം വേർപെടുത്താൻ കഴിയാത്തവണ്ണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ദിവസം ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.